നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. യുദ്ധകാണ്ഡത്തിലെ ഏറ്റവും ഉദ്വേഗജനകമായ മുഹൂർത്തങ്ങളിൽ ഒന്നാണ് ഔഷധഹരണ യാത്ര. ഇന്ദ്രജിത്തിന്റെ ശക്തിയേറിയ അസ്ത്രപ്രയോഗത്തിൽ ലക്ഷ്മണൻ പരിക്കേറ്റ് വീണപ്പോൾ ലങ്കയിലെ സുഷേണ വൈദ്യൻ ഹിമാലയത്തിലെ ദ്രോണഗിരിയിൽ നിന്ന് സഞ്ജീവനി ഉൾപ്പെടെയുള്ള ദിവ്യ ഔഷധങ്ങൾ കൊണ്ടുവരണമെന്ന് ഹനുമാനോട് നിർദ്ദേശിക്കുന്നു. സമയം വൈകാതെ ലക്ഷ്യം പൂർത്തിയാക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ഹനുമാൻ ഏത് ഔഷധമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഇരുന്നതിനാൽ മുഴുവൻ പർവ്വതം തന്നെ ഉയർത്തിക്കൊണ്ട് ലങ്കയിലേക്ക് മടങ്ങുന്നു. ആ ദിവ്യ ഔഷധത്തിന്റെ ശക്തിയിൽ ലക്ഷ്മണനും അനേകം വാനരവീരന്മാരും ജീവൻ വീണ്ടെടുക്കുന്നു. ഭക്തിയും ധൈര്യവും നിസ്വാർത്ഥ സേവനവും അസാധ്യത്തെ പോലും സാധ്യമാക്കും എന്ന മഹത്തായ സന്ദേശമാണ് ഹനുമാന്റെ ഔഷധഹരണ യാത്ര നമ്മെ പഠിപ്പിക്കുന്നത്. ശ്രീമദ് അധ്യാത്മ രാമായണത്തിൽ യുദ്ധകാണ്ഡം ഔഷധഹരണ യാത്ര പാരായണം ചെയ്യുന്നത് അമൃത വിശ്വവിദ്യാപീഠത്തിലെ വിദ്യാർത്ഥിനി ശ്രീനന്ദന. കാണാം രാമകഥ മാധുരി. കൈകസീനന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ. കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാനക്കമേറും വായുപുത്രനുമന്നേരം. നാക്കമേറും വായുപുത്രനുമന്നേരം ആരിനിയുള്ളതൊരു സഹായത്തിനെന്നാരായക വേണമെന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാതവരിലാരെന്നു നോക്കുവാൻ ഏകാകിയായി നടക്കുന്ന നേരം തത്ര രാഘവ ഭക്തൻ വിഭീഷണനെ കണ്ടു. തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു. നിർമ്മലന്മാർ നടന്നിടിനാർ പിന്നെയും പാഥോജ സംഭവ നന്ദനൻ ജാമ്പവാൻ. താതനനുഗ്രഹം കൊണ്ടു മോഹം തീർന്നു കണ്ണുമിഴിപ്പാനരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു വിഭീഷണൻ ചോദിച്ചതാദരാൽ നിന്നുടെ ജീവനുണ്ടോ കപിപുങ്കവ? നന്നായിതെങ്കിൽ നീ എന്നറിഞ്ഞിതോ കണ്ണുമിഴിച്ചു കൂടാരുതിരം കൊണ്ടു. നിന്നുടെ വാക്കു കേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണനെന്നതു സാക്ഷാൽ പരമാർത്ഥമെന്നോടു ചൊല്ലുക. സത്യം വിഭീഷണനായതു ഞാനെടോ. സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോദിച്ചിതാശരാധീശ്വരൻ തന്നോടു ബോധമുണ്ടല്ലോ ഭവാനീറ്റമാകയാൽ മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനുമുണ്ടെങ്കിലാവതെല്ലാം തിരയേണമിനിയടോ ചോദിച്ചിതാശു വിഭീഷണനെന്നതടോ. വാതാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമസൗമിത്രി സുഗ്രീവാംഗദാദികളാമവരേവരിലും വിശേഷിച്ചു നീ ചോദിച്ചതെന്തു സമീരണപുത്രനെ? മോദിച്ചതെന്തു അവനെ കുറിച്ചേറ്റവും? എങ്കിലോ കേൾക്ക നീ മാരുതിയുണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും. മാരുതപുത്രൻ മരിച്ചിരുന്നാകിൽ
മറ്റാരുമില്ലൊക്കെ മരിച്ചിതിനൊക്കുമേ സാരസംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം. ഞാനിതല്ലോ മരിച്ചില്ലെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ. ഗാഠമായ ശ്ലേഷവും ചെയ്തു ജാമ്പവാൻ കൂടത്തലയിൽ മുകർന്നു ചൊല്ലിടിനാൻ. മേഘനാദാസ്ത്രങ്ങളേറ്റു മരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരുമില്ല നീ എന്നിയേ. പോക വേണം നീ ഹിമവാനെയും കടന്നാകുലമറ്റു കൈലാസശൈലത്തോളം. കൈലാസ സന്നിധിയെങ്കിൽ ഋഷഭാദ്രിമേലുണ്ടു ദിവ്യ ഔഷധങ്ങളറിക നീ. 4 ദിവ്യ ഔഷധങ്ങളവറ്റിന്നു 4നും നാമങ്ങളും കേട്ടുകൊള്ളുക. മുമ്പിൽ വിശല്യകരണി എന്നൊന്നിടു പിമ്പു സന്ധാനകരണി. 3ാമതും നല്ല സുവർണകരണി. 4ാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനി സഖേ. 2 ശൃംഗങ്ങൾ ഉയർന്നു കാണാമവ രണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും. ആദിത്യനോളം പ്രഭയുണ്ടു 4നും വേദസ്വരൂപങ്ങളെന്നും അറിക നീ. വാരാനിധിയും വനങ്ങൾ ശൈലങ്ങളും ചാരുനദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ടു മാരുതനന്ദന പോക നീ വൈകാതെ. വിധിസുതൻ വാക്കുകൾ കേട്ടവൻ ഭക്ത്യാ തൊഴുതു മഹേന്ദ്രമേറിയിടിനാൻ. മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും. ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോറയലറിനാൻ. വായുവേഗേന കുതിച്ചുയർന്നമ്പരേ പോയവൻ നീഹാരശൈലവും പിന്നിട്ടു. രാമായണം ഒരു ഇതിഹാസം മാത്രമല്ല, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ മഹത്തായ പാഠപുസ്തകവുമാണ്. ഗുരുകുല വിദ്യാഭ്യാസത്തിലൂടെ അറിവിനൊപ്പം വിനയം, അച്ചടക്കം, കർത്തവ്യബോധം, കരുണ, ആത്മനിയന്ത്രണം തുടങ്ങിയ ജീവിത മൂല്യങ്ങളും ശ്രീരാമനും സഹോദരന്മാരും ആർജിച്ചു. ഗുരുവിനോടുള്ള ആദരവ്, മാതാപിതാക്കളോടുള്ള അനുസരണ, സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം, ധർമ്മനിഷ്ഠ എന്നിവയാണ് രാമായണത്തിലെ വിദ്യാഭ്യാസ ദർശനത്തിന്റെ കാതൽ. ശ്രീരാമസാഗരത്തിൽ അടുത്തത് രാമായണത്തിലെ വിദ്യാഭ്യാസ ദർശനം ഡോക്ടർ വിജയകുമാരിയുടെ വാക്കുകളിലേക്ക്. കാണാം രാമാമൃതം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമോ വിഗ്രഹവാൻ ധർമ്മഃ എന്ന മഹനീയമായ ഉക്തിയെ അന്വർത്ഥമാക്കും വിധം ധർമ്മനിഷ്ഠതയോടുകൂടി ജീവിതം നയിച്ച ശ്രീരാമചന്ദ്രസ്വാമിയുടെ ജീവിതായനത്തെ പ്രതിപാദിക്കുന്ന ദിവ്യഗ്രന്ഥമാണല്ലോ രാമായണം. ആ രാമായണത്തെ അനുസന്ധാനം ചെയ്യുന്ന സുഹൃതികൾ ധർമ്മനിഷ്ഠരായി ജീവിത യാത്രയെ ധന്യമാക്കി തീർക്കുന്നു. രാമായണം മുമ്പോട്ട് വയ്ക്കുന്ന ഒട്ടനവധി മൂല്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, പാരസ്പരികതയുടെ, പ്രകൃതി പരിരക്ഷണത്തിൻ്റെ എന്നുവേണ്ട
ഒട്ടേറെ അമൂല്യങ്ങളായിട്ടുള്ള മൂല്യങ്ങളുടെ ഒടുങ്ങാത്ത നിറഖനി തന്നെയാണ് രാമായണം. രാമായണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മുമ്പിൽ ചിത്രീകരിക്കുന്ന ഒരു വിദ്യാഭ്യാസ ദർശനമുണ്ട്. അത് സമഗ്രമായ ഒരു വിദ്യാഭ്യാസ ദർശനമാണ്. കേവലം ഒരു മർത്യരൂപിയായി ജന്മമെടുത്ത രാമനെ ശ്രീരാമചന്ദ്രനായി വാർത്തെടുത്ത ആ ഗുരുകുല വിദ്യാഭ്യാസം, അതിൻ്റെ ഗരിമയും മഹിമയും ഒളിമങ്ങാതെ വാൽമീകി മഹർഷി നമുക്ക് ചിത്രീകരിച്ച് നൽകുന്നുണ്ട്. കേവലം അറിവ് നേടുക എന്നതിനുപരിയായി സമഗ്ര ജീവന സംബന്ധിയായ, സമഗ്ര വികാസത്തിന് ഉതകുന്നതായ ഒരു വിദ്യാഭ്യാസ ദർശനത്തെയാണ് വാൽമീകി മഹർഷി രാമായണത്തിലൂടെ ചിത്രീകരിക്കുന്നത്. ജന്മന ജായത്തെ ജന്തുഹു എന്നത് പ്രസിദ്ധമാണല്ലോ. ജന്മം കൊണ്ട് നമ്മളെല്ലാവരും തന്നെ ജന്തുക്കളായിട്ടാണ് ജനിക്കുന്നത്. പിന്നീട് എളിമ കൊണ്ട്, സ്നേഹം കൊണ്ട്, കാരുണ്യം, ത്യാഗം, സത്യസന്ധത, പാരസ്പരികത തുടങ്ങി ഒട്ടേറെ ഗുണഗണങ്ങൾ ആർജിച്ചുകൊണ്ടാണ് ആ ജന്തു നരത്വത്തെ പ്രാപിക്കുന്നത്. ആ നരനായിത്തീർന്ന വ്യക്തി പിന്നീട് നാരായണ പദവിയിലേക്ക് ഉയരുന്നു എന്നതാണ് നമ്മളുടെ വിശ്വാസം. ഇപ്രകാരം ജന്തുവായി ജനിക്കുന്നവനെ നരനായും നരനെ നാരായണനായും ഉയർത്തുന്ന ഒരു അത്ഭുത സിദ്ധിവിശേഷം രാമായണം വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസ ദർശനത്തിലൂടെ സാധ്യമാകും എന്നതിന് ഒട്ടേറെ തെളിവുകൾ രാമായണത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ധർമ്മനിഷ്ഠമായ, പൗരബോധമുള്ള, സാമൂഹിക ക്ഷേമ തൽപരതയിൽ ഊന്നിയ സമഗ്ര വികാസം ആണ് രാമായണത്തിലെ വിദ്യാഭ്യാസ ദർശനത്തിൻ്റെ സവിശേഷത. അതിലേക്കാണ് നമ്മളുടെ ശ്രദ്ധ ഇന്ന് പതിയേണ്ടത് എന്ന വിഷയവും ഇവിടെ സ്മർത്തവ്യമാണ്. ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഊടും പാവും സുദൃഢമാക്കിക്കൊണ്ട് ശാരീരികവും മാനസികവും വൈകാരികവും വൈചാരികവും ധൈഷണികവും ആത്മീയവുമായ വികാസത്തിന് ഉതകുന്നതായ ഒരു സമഗ്ര വികാസ പദ്ധതിയാണ് രാമായണത്തിലൂടെ വെളിവാകുന്നത്. ഗുരുസവിധത്തിൽ നിന്ന് ശ്രീരാമചന്ദ്രസ്വാമിക്ക് ആർജിക്കുവാൻ സാധിച്ച ഈ പ്രായോഗിക ശിക്ഷണത്തിലൂടെ സ്നേഹം, സത്യസന്ധത, പാരസ്പര്യം, കാരുണ്യം, സഹനശക്തി, കൃത്യനിഷ്ഠത, പ്രകൃതി പരിരക്ഷണ പരത, ജൈവ പാരസ്പര്യം തുടങ്ങി ഒട്ടനവധി അമൂല്യങ്ങളായ ഗുണങ്ങളെ ശ്രീരാമചന്ദ്രസ്വാമി ആർജിക്കുകയുണ്ടായി. തൻ്റെ ബാല്യത്തിൽ തന്നെ വിശ്വാമിത്ര മഹർഷിയോടൊപ്പം വനചാരിയായി സഞ്ചരിച്ച ശ്രീരാമചന്ദ്രസ്വാമി ഗുരുമുഖത്തു നിന്ന് അറിവിനെ സ്വാംശീകരിക്കുകയും ആ അറിവിനെ പ്രായോഗിക തലത്തിലേക്ക് ആവാഹിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് അന്നും ഇന്നും മാതൃകയായി നിലകൊള്ളുന്നു. രാമായണം ഒരു ചരിത്ര കഥ മാത്രമല്ല, അവനവനിലേക്കുള്ള ആത്മയാത്രയാണ്. ശ്രീരാമന്റെ ജീവിതം ധർമ്മത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും മാതൃകയാകുമ്പോൾ രാവണൻ നമ്മുടെ ഉള്ളിലെ അഹങ്കാരത്തെയും വാഞ്ഛകളെയും ഓർമ്മിപ്പിക്കുന്നു. രാമായണത്തിലെ ഓരോ കഥാപാത്രങ്ങളും അടിസ്ഥാനപരമായി നമ്മിലെ സ്വഭാവ സവിശേഷതകളുടെ പ്രതീകങ്ങളാണ്. രാമാനന്ദത്തിൽ കൊച്ചി ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ അനിൽ ഫിലിപ്പ് രാമായണം അവനവനിലേക്കുള്ള തീർത്ഥാടനം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു. കാണാം രാമാമൃതം. പ്രിയമുള്ളവരെ, കേരളം രാമായണ മാസത്തിലൂടെ കടന്നു പോവുകയാണ്. എല്ലാ സന്ധ്യയ്ക്കും ദീപം തെളിച്ച് ആധ്യാത്മിക രാമായണം വായിച്ച് വീണ്ടും വീണ്ടും വായിച്ച് അതിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ ധ്യാനപ്പെടുത്തുന്ന സമയമാണ്. ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും രാമനാമ ജപത്തിലൂടെ രാമകഥയിലൂടെ തീർത്ഥാടനം ചെയ്ത് ശരീരമാകുന്ന ക്ഷേത്രത്തെ
ജീവാത്മബന്ധത്തെ പരമാത്മബന്ധത്തിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോരുത്തരും അവനവനെ വിമലീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണല്ലോ രാമായണ മാസം. ചാവറ കൾച്ചറൽ സെൻറ്ററിനെ സംബന്ധിച്ച് കഴിഞ്ഞ 54 വർഷമായി രാമായണ മാസം തുടർച്ചയായിട്ട് ഇവിടെ ആചരിച്ചു വരികയാണ്. രാമായണ മാസം മാത്രമല്ല, അത് ഈസ്റ്റർ പ്രാതലായാലും ഇഫ്താർ വിരുന്നായാലും എല്ലാ മതങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ള ആ ഓർമ്മപ്പെടുത്തലേക്ക്, വിശ്വസ്വാഹോദര്യത്തിലേക്കുള്ള യാത്രയാണ് ചാവറ കൾച്ചറൽ സെൻറ്റർ മുന്നോട്ട് വയ്ക്കുന്നത്. കർക്കിടക മാസം രാമായണ പാരായണത്തിനു വേണ്ടി കേരളത്തിലെ ജനങ്ങൾ മാറ്റിവെക്കുന്നതിന് പലവിധ കാരണങ്ങൾ നമ്മൾ പറയാറുണ്ട്. അത് ആത്മശുദ്ധീകരണത്തോടൊപ്പം ശരീരശുദ്ധീകരണവും അടയാളപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ അനുധാവനം ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ധ്യാനിക്കുന്നതും ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചേർത്തു പിടിക്കുന്നതും എന്തിനു വേണ്ടിയാണെന്നുള്ള ചോദ്യത്തിനുത്തരം നമുക്ക് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും. മനുഷ്യ സംസ്കാരം എന്നും ശാന്തവും സ്വച്ഛവുമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഓരോ ജനപദങ്ങളും അവരുടെ ജീവിത രീതിയെ പ്രാപഞ്ചിക നിയമങ്ങളോടും ധാർമ്മിക മൂല്യങ്ങളോടും ആത്മീയ ചിന്തയോടും മാനസിക പക്വതയോടും ചേർത്ത് വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുകയും ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹിക മൂല്യങ്ങളുടെ, ആത്മീയ മൂല്യങ്ങളുടെ, പ്രാപഞ്ചിക മൂല്യങ്ങളെയും നിരാകരിച്ചുകൊണ്ടുള്ള മനുഷ്യൻ്റെ യാത്ര ആത്യന്തികമായി അവൻ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത നിരാസത്തിൻ്റെ, ആത്മനിരാസത്തിൻ്റെ പുതിയ കാലഘട്ടത്തിൽ രാമായണ പാരായണം ഏറെ പ്രസക്തമാവുകയാണ്. അത് രാമായണമായാലും ബൈബിളായാലും ഖുറാനായാലും ഏത് വിശുദ്ധ ഗ്രന്ഥമായാലും നമ്മളത് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അന്തസത്തയിലേക്ക് ആത്മാവിനെയും ഉൾക്കണ്ണിനെയും തുറന്നു വയ്ക്കുമ്പോൾ പുതിയ വിമലീകരണത്തിൻ്റെ, ആത്മമൂല്യങ്ങളുടെ, ധാർമ്മിക ചൈതന്യത്തിൻ്റെ, മാനസിക പരിവർത്തനത്തിൻ്റെ പുതിയ ഏടുകൾ നമ്മുടെ ഉള്ളിൽ തന്നെ രൂപപ്പെട്ടു വരികയാണ്. നമ്മളെപ്പോഴും കേട്ട് പരിചയിച്ചിട്ടുള്ള നിൻ്റെ ഉള്ളിലൊരു ബുദ്ധൻ ഉറങ്ങുന്നുണ്ടെന്നുള്ള ആ ബോധത്തെ തിരികെ പിടിക്കാൻ, രാമബോധത്തെ തിരികെ പിടിക്കാൻ ആധ്യാത്മിക രാമായണത്തിലൂടെ തീർത്ഥാടനം ചെയ്യുമ്പോൾ പുതിയൊരു മനുഷ്യനായി രൂപപ്പെടുവാനായിട്ടുള്ള സാധ്യതയാണ് രാമായണ മാസക്കാലത്ത് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ചവറ കൾച്ചറൽ സെൻറ്ററിൻ്റെ ദീർഘമായ ഈ വർഷങ്ങളിലെ പ്രയത്നവും എല്ലാ മനുഷ്യനെയും വിശ്വമാനവികതയിലേക്ക്, സാഹോദര്യത്തിലേക്ക്, സ്നേഹത്തിലേക്ക്, സൗഹൃദത്തിലേക്ക് ഒന്നിച്ചു ചേർക്കാനായിട്ടുള്ള ശ്രമങ്ങളായിട്ട് വേണം പരിഗണിക്കാൻ. നാം ഏത് ആത്മീയധാരയുടെയോ മതചിന്തയുടെയോ തത്വചിന്തയുടെയോ പിൻവഴികൾ പറ്റുന്നെങ്കിലും ആയതിൻ്റെ അന്തസത്തയെ നമ്മൾ സംശീകരിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ആ ഗ്രന്ഥങ്ങളെ വീണ്ടും വീണ്ടും ഹൃദയത്തോട് ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ കണ്ടെത്തുകയാണ്. നമ്മിലെ രാമസത്തയെ, സ്വാത്വിക ഭാവത്തെ നമ്മൾ തിരികെ പിടിക്കുകയാണ്. ഈ പ്രപഞ്ചത്തോടും ഈ ഭൂമിയോടും മനുഷ്യരോടും വൃക്ഷലതാദികളോടും പക്ഷികളോടും മൃഗങ്ങളോടുമെല്ലാം സാഹോദര്യത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ പുതിയ മാനങ്ങളെ ചേർത്തു വെക്കുവാനായിട്ട് പഠിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി കരുണയുള്ള, കുറച്ചുകൂടി സ്നേഹമുള്ള, കുറച്ചുകൂടി സഹിഷ്ണുതയുള്ള, കുറച്ചുകൂടി സ്നേഹമുള്ള, കുറച്ചുകൂടി സഹിഷ്ണുതയുള്ള പുതിയ മനുഷ്യരായി സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കുന്ന നവീകൃത മനുഷ്യ വ്യക്തിത്വങ്ങളായി മാറുക. ഈ രാമായണ മാസക്കാലം നമ്മളെയും ധന്യമാക്കേണ്ടത് ആ വിധം രാമായണത്തെ പാരായണം ചെയ്ത് നമ്മളുടെ ഉള്ളിലേക്ക് സ്വീകരിച്ച് നമ്മുടെ സാത്വിക ഭാവത്തെ തിരികെ പിടിച്ച് നമ്മിലെ ആത്മീയ മനുഷ്യനെ ഊർജ്ജപ്പെടുത്തി
നമ്മിലെ ഭൗതിക മനുഷ്യനെ കൂടുതൽ സ്നേഹപ്പെടുത്തി നമ്മിലെ മാനസിക മനുഷ്യനെ കുറച്ചുകൂടി പക്വതയിലേക്ക് വളർത്തി നമ്മെ തന്നെ മറ്റു മനുഷ്യർക്ക് നമ്മോടൊപ്പം ജീവിക്കുവാൻ സാധിക്കും വിധം നമ്മളെ തന്നെ നവീകരിച്ചെടുക്കുകയാണ്. ആ വിധമായിട്ടുള്ളൊരു ചൈതന്യവും വളർച്ചയും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. രാം രാം ജയ ജയ രാം എന്ന ഭക്തിഗാനം ഭഗവാൻ ശ്രീരാമനോടുള്ള അഗാധമായ ഭക്തിയും സമർപ്പണവും നിറഞ്ഞ നാമസങ്കീർത്തനമാണ്. ലളിതമായ വരികളും ഹൃദയസ്പർശിയായ ഈണവും കൊണ്ട് ഏത് പ്രായക്കാരന്റെയും മനസ്സിൽ ഭക്തിയുടെ തിരമാല ഉയർത്താൻ ഈ ഗാനത്തിന് സാധിക്കുന്നു. ഈ ഗാനം നമുക്കായി ആലപിക്കുന്നു കാർത്തിക. राम 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 जय 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 राम 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 रामभद्र राम राम जय 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 राम रामचंद्र राम राम जय 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 राम रामभद्र राम राम जय 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 राम रामचंद्र राम राम जय 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 राम 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 जय 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 राम परम पुरुष राम राम जय 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 राम महापुरुष राम राम जय 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 राम परम पुरुष राम राम जय 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 राम महापुरुष राम राम जय 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 राम परमात्मा राम राम जय 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 राम परब्रह्म राम राम जय 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 राम परमात्मा राम राम जय 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 राम परब्रह्म राम राम जय 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 राम 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 जय 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 राम सुंदर राम राम जय 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 राम श्यामांग राम राम जय 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 राम सुंदर राम राम जय 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 राम श्यामांग राम राम जय 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 राम श्रीपति राम राम जय 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 राम श्रीत जन राम राम जय 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 राम श्रीपति राम राम जय 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 राम श्रीत जन राम राम जय 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 राम 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 जय 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 राम रामभद्र राम राम जय 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 राम रामचंद्र राम राम जय 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 राम रामभद्र राम राम जय 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 राम रामचंद्र राम राम जय 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 राम 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 जय 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 राम परम पुरुष राम राम जय 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 राम महापुरुष राम राम जय 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 राम परम पुरुष राम राम जय 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 राम महापुरुष राम राम जय 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 राम परमात्मा राम राम जय 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 राम परब्रह्म राम
सुन्दर राम राम जय 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 राम श्यामांग राम राम जय 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 राम श्रीपति राम राम जय 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 राम श्रुतजन राम राम जय 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 राम श्रीपति राम राम जय 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 राम श्रुतजन राम राम जय 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 राम 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 जय 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 राम जय 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 राम जय 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 राम ശ്രീരാമസാഗരത്തിൽ നാളെ വനവാസവും വിരഹവേദനയും പിന്നിട്ട് ശ്രീരാമസന്നിധിയിലേക്ക് സീതാദേവി മടങ്ങിയെത്തുന്ന നിമിഷം രാമായണത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ മുഹൂർത്തങ്ങളിൽ ഒന്നാണ്. നമുക്ക് കാത്തിരിക്കാം. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.